Fulani. ഇങ്ങനെ പറഞ്ഞാല് പിന്നെ ലിങ്ക് അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ മറ്റൊരു പേജിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വെബ് പേജിലൊക്കെ വെബ് പേജിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഇൻകം ടാക്സില് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ആദ്യത്തെ ഹെഡാണ് ഇൻകം ഫ്രം സാലറി. നമ്മൾ പറഞ്ഞിരുന്നു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇൻകം ഫ്രം സാലറി. അതിന്റെ കമ്പ്യൂട്ടേഷൻ സാധാരണ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതിന്റെ കമ്പ്യൂട്ടേഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സാലറി എന്ന് പറയുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന റെമ്യൂണറേഷൻ ആണ്. അതൊരു ലംസം എമൗണ്ട് ആയിട്ടല്ല സാധാരണ കൊടുക്കാറുള്ളത്. നമുക്കറിയാം അത് ബേസിക് സാലറി, അലവൻസസ്, കമ്മീഷൻ, ബോണസ്, പെർക്വിസിറ്റ്സ് ഇങ്ങനെ പല പേരുകളിലായിട്ടാണ് കൊടുക്കുന്നത്. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. സൗണ്ട് ക്ലിയർ ആണോ? നിങ്ങൾ വോയിസ് ഓൺ ആക്കി പറ. യെസ് നോ എന്ന് പറഞ്ഞാൽ ഓക്കെ ക്ലിയർ ആണല്ലേ? ഓക്കെ. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറിയുടെ സ്റ്റെപ്സ് ആണ് നമ്മൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ബേസിക് സാലറി, പിന്നെ ബോണസ്. ബോണസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ബോണസ് ആണ്. അതായത് എക്സ്ട്രാ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കമ്പനി എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രത്യേക പാരിതോഷികമാണ് ബോണസ് എന്ന് പറയുന്നത്. സോ അത് ഫുള്ളി ടാക്സിബിൾ ആണ്. ദെൻ കമ്മീഷൻ. കമ്മീഷൻ സാധാരണ കേസിൽ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ടേൺ ഓവറിന്റെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കും കമ്മീഷൻ ഉണ്ടാവാറുള്ളത്. ഈ കമ്മീഷൻ ഫുള്ളി ടാക്സിബിൾ ആണ്. കമ്മീഷൻ ചിലപ്പോൾ ഫിക്സ്ഡ് എമൗണ്ട് പെർ മന്ത് ആവും. അങ്ങനെയാണെങ്കിലും കമ്മീഷൻ ഫുള്ളി ടാക്സിബിൾ ആണ്. പിന്നെ അലവൻസുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അലവൻസ് ഫുള്ളി ടാക്സബിൾ, പാർട്ട്ലി ടാക്സബിൾ, ഫുള്ളി എക്സംപ്റ്റഡ്, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അലവൻസ് എന്ന് പറഞ്ഞാൽ സാലറിക്ക് പുറമെ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ചില പ്രത്യേക പർപ്പസുകൾ മീറ്റ് ചെയ്യാൻ നൽകുന്ന ക്യാഷ് ആണ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മെഡിക്കൽ അലവൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള അലവൻസ് ഉണ്ടല്ലോ. സിറ്റിയിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവും, ജീവിത ചെലവ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കൊടുക്കും. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കും. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് അതിന്റെ വാടക അടക്കാൻ വേണ്ടിയിട്ട് ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കും. അങ്ങനെ പല തരത്തിലുള്ള അലവൻസുകൾ ഉണ്ട്. അതിൽ ചില അലവൻസുകൾ ഫുള്ളി ടാക്സബിൾ ആണ്, ചിലത് പാർട്ട്ലി ടാക്സബിൾ ആണ്, ചിലത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അവ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അല്ലാത്ത രീതിയിൽ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ബെനിഫിറ്റ്സുകളാണ് പെർക്വിസിറ്റ്സ്. റെമ്യൂണറേഷൻ given by employer to employee other than salary in the form of facilities such as rent-free accommodation, facility of motor car തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സൗകര്യങ്ങൾ, എന്തെങ്കിലും അസറ്റുകൾ യൂസ് ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ, താമസിക്കാൻ വീട് കൊടുക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഹോസ്പിറ്റലിൽ നിന്ന് വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പെർക്വിസിറ്റ്സിൽ വരുന്നത്. അപ്പൊ പെർക്വിസിറ്റും അലവൻസും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ അലവൻസ് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് ആയിട്ട് തരുന്നതാണ്, പെർക്വിസിറ്റ് ബെനിഫിറ്റ് ആയിട്ട് തരുന്നതാണ്. ഓക്കെ, ഈ പെർക്വിസിറ്റ്സിലും ചില പെർക്വിസിറ്റ്സ് ഫുള്ളി ടാക്സബിൾ ആണ്, ചിലത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്.
അത് പിന്നീട് കിട്ടുമ്പോൾ അത് ടാക്സ് ചെയ്യേണ്ടി വരും. അതാണ് അരിയർ സാലറി. ഒരു മിനിറ്റ്. ഇപ്പോ കേൾക്കുന്നുണ്ടോ വോയിസ്? യെസ് സർ. ഓക്കെ. സാലറിയുടെ കമ്പ്യൂട്ടേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസിക് സാലറി, ബോണസ്, കമ്മീഷൻ, അലവൻസ്, പെർക്വിസിറ്റ്സ്, പ്രോഡക്റ്റ് ഫണ്ട്, അരിയർ സാലറി, അഡ്വാൻസ് സാലറി, പ്രോഫിറ്റ് ഇൻ വ്യൂ ഓഫ് സാലറി, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഇത്രയാണ് സാലറിയിൽ വരുന്നത്. അതിൽ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിൽ അലവൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്യാഷ് ആയിട്ട് ചില പ്രത്യേക ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് നൽകുന്ന ബെനിഫിറ്റ്സ് ആണ് അലവൻസ് എന്ന് പറയുന്നത്. ഫുള്ളി ടാക്സിബിൾ അലവൻസ് ഉണ്ട്, പാർട്ട്ലി ടാക്സിബിൾ അലവൻസ് ഉണ്ട്, ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസ് ഉണ്ട്. അതിൽ ഫുള്ളി ടാക്സിബിൾ അലവൻസുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. BA, ഇന്ററിം റിലീഫ് അലവൻസ്, CCA, പ്രോജക്റ്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവന്റ് അലവൻസ്, പ്രോക്ടർ അലവൻസ്, ഡെപ്യൂട്ടേഷൻ അലവൻസ്, ഓവർ ടൈം അലവൻസ്, മാരേജ് അലവൻസ്, നോൺ പ്രാക്ടീസിംഗ് അലവൻസ്, ഫാമിലി അലവൻസ്, ലഞ്ച് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, ഹോളിഡേ ട്രിപ്പ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് തുടങ്ങിയിട്ടുള്ള അലവൻസുകൾ. അതുപോലെ മറ്റെവിടെയും പേര് സ്പെസിഫൈ ചെയ്യാത്ത എല്ലാ അലവൻസുകളും ഫുള്ളി ടാക്സിബിൾ അലവൻസിൽ വരും. ഓക്കെ. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ട്ലി ടാക്സിബിൾ അലവൻസ് ആണ്. Partly taxable allowance includes house rent allowance, special allowance which is official in nature, and special allowance which are personal in nature. Okay. ഇങ്ങനെ partly taxable allowance നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് HRA. HRA means house rent allowance. House rent allowance എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്, വാടകയ്ക്ക് താമസിക്കുന്ന എംപ്ലോയീസിന് എംപ്ലോയർ അവരുടെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. ഈ ഹൗസ് റെന്റ് അലവൻസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. essay ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, ഷോർട്ട് എസ്സേ ഉണ്ടാവാറുണ്ട്, തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന അലവൻസ് ആണ്. എന്തിനു വേണ്ടി? അയാൾ വാടക വീട്ടിൽ താമസിക്കുകയാണ്, അവിടുത്തെ വാടക കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. സോ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുതാണ് എക്സംപ്റ്റഡ് ആവുന്നത്. ഏതൊക്കെയത്? ആക്ച്വൽ HRA, 2 റെന്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി, then 3 40% ഓഫ് സാലറി. ഓക്കെ. ഇങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത്, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും ചെറിയ എമൗണ്ട് തിരഞ്ഞെടുക്കുക, ആ എമൗണ്ട് എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് ആണ് ടാക്സബിൾ. ഓക്കെ. അപ്പൊ ഇത് തിയറി നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കലുണ്ട്. ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് HRA എക്സ്പ്ലെയിൻ ചെയ്യാൻ തിയറി ചോദിക്കാറുണ്ട്, പ്രോബ്ലവും ചോദിക്കാറുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, HRAയുടെ കാൽക്കുലേഷനിൽ സാലറി എന്ന് പറയുന്നത് അതിൽ പ്രത്യേകം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. ഓക്കെ. ഇവിടെ സാലറിയിൽ ബേസിക് പേ മാത്രമല്ല ഡിയർനെസ് പേയും വരുന്നുണ്ട്. ഡിയർനെസ് പേ എന്ന് പറഞ്ഞാൽ DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ DA എന്ന് പറയുന്നത് നമുക്ക് ബേസിക് സാലറിയുടെ കൂടെ DA ഉണ്ടാവാറുണ്ട്, ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എംപ്ലോയർ നൽകുന്നത് എന്തിനാന്ന് വെച്ചാല് എംപ്ലോയിക്കുള്ള ജീവിത ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ്. ജീവിത ചെലവ് എന്ന് പറഞ്ഞാൽ
അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലുള്ള ചെലവല്ല, അല്ലാതെ മൊത്തത്തിൽ ഉണ്ടാവുന്ന ചെലവുകൾ ഉണ്ടല്ലോ. ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉയർത്തി കൊടുക്കുന്ന അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ്. സാധാരണ കേസിൽ ഡിയർനെസ് അലവൻസ് പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റുകളുടെ കാൽക്കുലേഷനിലൊന്നും പരിഗണിക്കാറില്ല. ബേസിക് സാലറി മാത്രമാണ് പരിഗണിക്കാറുള്ളത്. എന്നാൽ ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, അയാളുടെ ജോലിക്ക് കയറുമ്പോൾ തന്നെയുള്ള എഗ്രിമെന്റ് പ്രകാരം DA ബേസിക് സാലറിയുടെ ഭാഗമായി പരിഗണിക്കുമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിൽ അത് റിട്ടയർമെന്റ് ബെനിഫിറ്റുകളിലൊക്കെ അത് പരിഗണിക്കും. ഇയാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ അയാളുടെ മറ്റു റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഡിയർനെസ് അലവൻസ് ബേസിക് സാലറിയുടെ കൂടെ കൂട്ടും. അത്തരത്തിലുള്ള DA ആണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറയാം. അത് ക്ലിയർ അല്ലേ? DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറഞ്ഞാല് സാലറിയുടെ ബേസിക് സാലറിയുടെ ഭാഗമായി വരുന്ന DA ആണ്. അതിന് ഡിയർനെസ് പേ എന്ന് പറയും, DA ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയും, DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നും പറയും. ഓക്കെ. പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. കമ്മീഷൻ ഒരു ഫിക്സ്ഡ് പെർസെന്റേജ് ഓൺ ടേൺ ഓവർ ആയിട്ട് തരികയാണ്. ഇത്ര ടേൺ ഓവർ ഉണ്ടായാൽ അതിന്റെ എത്ര ശതമാനമാണ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. ഈ സാലറിയുടെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് HRAയുടെ കാൽക്കുലേഷന് വേണ്ടി മാത്രം ഉള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഓക്കെ. ഇതേ ഡെഫിനിഷൻ വേറെ ചില സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാം. HRAയുടെ കാൽക്കുലേഷൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് റീ ഓപ്പൺ ചെയ്തിട്ട് കോളേജിൽ വന്നിട്ട് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ ചോദിക്കാം. ഇനി അലവൻസുകളിൽ നമ്മൾ പഠിച്ചു. പാർട്ട്ലി ടാക്സബിൾ അലവൻസിൽ മൂന്നായിട്ട് തരംതിരിച്ചതാണ്. ഒന്ന് HRA, രണ്ട് സ്പെഷ്യൽ അലവൻസ് വിച്ച് ഈസ് ഒഫീഷ്യൽ ഇൻ നേച്ചർ. അതാണ് രണ്ടാമത് പറയുന്നത്, സ്പെഷ്യൽ അലവൻസ് വിച്ച് ഈസ് ഒഫീഷ്യൽ ഇൻ നേച്ചർ അക്കോർഡിംഗ് ടു സെക്ഷൻ 10 സബ്സെക്ഷൻ 14(1). According to this section, the following allowances are exempted up to the amount spent. താഴെ പറയുന്ന അലവൻസുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ അലവൻസുകൾ എത്രയാണോ ചെലവാക്കിയത് അത്രയും എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇല്ല. ഓക്കെ. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തരുന്ന ചില സ്പെഷ്യൽ അലവൻസുകളാണ്. അത് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ പേര് പഠിച്ചു വെക്കണം. ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, ഡെയിലി അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, അക്കാദമിക് റിസർച്ച് അലവൻസ്, കൺവെയൻസ് അലവൻസ്. ഓക്കെ. ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലിയല്ല, ഒരു ഹെൽപ്പറെ വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഹെൽപ്പറെ വെക്കുന്നതിന് അയാൾക്ക് ശമ്പളം കൊടുക്കണം. അതിന് കമ്പനിയിൽ നിന്ന് നമുക്ക് അലവൻസ് തരുന്നുണ്ട്. ഓക്കെ. അത് കമ്പനി ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ജോലി തന്നെയാണ്, നമ്മൾ ഒരു ഹെൽപ്പറെ വെച്ച് ചെയ്യാണ്. സോ ആ അലവൻസ് അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഇല്ല. അത് ചെലവഴിക്കാതെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യണം, ടാക്സബിൾ ആണ്. ഓക്കെ. അതുപോലെ യൂണിഫോം അലവൻസ്, നിങ്ങൾക്ക് യൂണിഫോം കമ്പനിയിൽ വരുമ്പോൾ നിങ്ങൾ യൂണിഫോം ധരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫണ്ട് തരുന്നുണ്ട്, അലവൻസ് തരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ യൂണിഫോം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല. അതല്ല, അത് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂണിഫോം അലവൻസ് ഒരു 10,000 രൂപ കിട്ടി, 5,000 രൂപക്ക് യൂണിഫോം വാങ്ങി, ബാക്കി 5,000 നിങ്ങൾ പോക്കറ്റിലിട്ടാൽ ആ പോക്കറ്റിലിട്ട എമൗണ്ടിന് നിങ്ങൾ ടാക്സബിൾ ആണ്. ഡെയിലി അലവൻസ്, മറ്റു ഡെയിലി ഒഫീഷ്യൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലവൻസുകൾ തരുന്നുണ്ടെങ്കിൽ അത് ആ പ്രത്യേക പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ടാക്സ് ചെയ്യണം. അതുപോലെ ട്രാവലിംഗ് അലവൻസ്, ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകാനുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് പൈസ തരുന്നുണ്ട്, അത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ടാക്സ് ചെയ്യണം. അതുപോലെ അക്കാദമിക് അലവൻസ്, അക്കാദമിക് റിസർച്ച് അലവൻസ് ആണ്. നിങ്ങളുടെ അക്കാദമിക് ആയിട്ടുള്ള റിസർച്ചിന് വേണ്ടിയിട്ട് അലവൻസ് തരുന്നുണ്ട്. അത് ആ പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഇല്ല, അല്ല എന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. അതുപോലെ കൺവെയൻസ് അലവൻസ്, കൺവെയൻസ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് റൂമിലേക്കും റൂമിൽ നിന്ന് ഓഫീസിലേക്കും ഉള്ള യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി അലവൻസ് തരുന്നുണ്ട്. ഓക്കെ. അത് ആ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ടാക്സ് ചെയ്യണം. സോ ഇത് പ്രത്യേകം ഓർത്തു വെക്കുക.
special allowances which is official in nature is exempted up to the amount spent. എത്രയാണോ സ്പെൻഡ് ചെയ്തത് അത്രയും എക്സെപ്റ്റഡ് ആണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഓക്കെ. കോളേജിൽ ആയതുകൊണ്ട് ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അടുത്തത് സ്പെഷ്യൽ അലവൻസസ് പേഴ്സണൽ ഇൻ നേച്ചർ. പാർട്ട്ലി ടാക്സിബിൾ അലവൻസിലെ മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്പെഷ്യൽ അലവൻസസ് വിച്ച് ആർ പേഴ്സണൽ ഇൻ നേച്ചർ. അതായത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ തരുന്ന ചില പ്രത്യേക അലവൻസുകൾ, അതാണ് സ്പെഷ്യൽ അലവൻസസ് വിച്ച് ആർ പേഴ്സണൽ ഇൻ നേച്ചർ, വിച്ച് ഇൻക്ലൂഡ്സ് ആസ് പെർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14(2). ഓക്കെ, സെക്ഷൻ 10(14) 1 ആണ് നേരത്തെ പറഞ്ഞ 6 ഇത് സെക്ഷൻ 10(14) 2 ആണ്. ഈ അലവൻസുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ അലവൻസുകൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് വരെ എക്സെപ്റ്റഡ് ആണ്. ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ലിമിറ്റ് വരെ എക്സെപ്റ്റഡ് ആണ്. അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടികള് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കമ്പനി നമുക്ക് അലവൻസ് തരികയാണ്, ക്യാഷ് തരികയാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ തരുന്നുണ്ടെങ്കിൽ അതിന് 100 per month per child എക്സെപ്റ്റഡ് ആണ്. അതിന്റെ റൂൾ ഇതാണ്, ഒരു കുട്ടിക്ക് 100 രൂപ വെച്ച് ഒരു മാസം എക്സംഷൻ കിട്ടും. ഓക്കെ, മാക്സിമം 2 കുട്ടികൾക്ക് എക്സംഷൻ കിട്ടും. അപ്പൊ മാക്സിമം എത്ര രൂപ എക്സംഷൻ കിട്ടും? ഒരു കുട്ടിക്ക്, നമുക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ, 3 കുട്ടികൾ ഉണ്ടെങ്കിൽ, 4 കുട്ടികൾ ഉണ്ടെങ്കിലൊക്കെ എക്സംഷൻ 2 കുട്ടികൾക്ക് കിട്ടുള്ളൂ. 2 കുട്ടികൾക്ക് 100 രൂപ വെച്ച് തരുമ്പോൾ 200 രൂപയാണ്. 200 രൂപ എല്ലാ മാസവും എക്സംഷൻ. അപ്പോ നമ്മളൊരു വർഷത്തേക്കാണല്ലോ കാണാം. 200 × 12 2400 രൂപ. ഓക്കെ, അപ്പൊ മാക്സിമം എക്സംഷൻ കിട്ടുക ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിന് 2400 ആണ്. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് പറയാണ്, നിങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ട്, അതില് 2 കുട്ടികൾക്കും 300 രൂപ വെച്ച് എക്സംഷൻ അലവൻസ് കിട്ടി എന്ന് പറഞ്ഞു. എല്ലാ മാസവും 300 രൂപ വെച്ച് അലവൻസ് കിട്ടി. അപ്പൊ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. 300 × 2, 2 കുട്ടികൾ കിട്ടിയില്ലേ, 2 × 12 മാസം ഉണ്ട്, അപ്പൊ × 12, അപ്പൊ 600 × 12 7200 എന്ന് വരും. ഓക്കെ, ലെസ് അതിൽ നിന്ന് എക്സംഷൻ എത്രയാ കിട്ടുക? 2 കുട്ടികൾക്ക് 100 രൂപ വെച്ച് അല്ലെ, 2 × 100 × 12 2400 ആണ് എക്സംഷൻ കിട്ടുക. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേഷനിലേക്ക് പോവാത്തത്. ഇത് മനസ്സിലാവില്ലേ എന്ന് പറയണം. അതായത് നമുക്ക് എത്രയാണോ കിട്ടുന്നത്, കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് എക്സംഷൻ മൈനസ് ചെയ്യാം. എക്സംഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചാണ്, ഓരോ മാസവും കിട്ടും. മാക്സിമം 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. അതിൽ പ്രത്യേകം പറയുന്നത് സ്റ്റഡിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളാണ് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചാലേ നമുക്ക് ഈ എക്സംഷൻ കിട്ടൂല. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം പഠിച്ചു വെക്കുക. ഈ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അലവൻസ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് സാധാരണ ചോദിക്കുന്ന റൈറ്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് മറ്റൊന്ന് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്, അപ്പൊ അതിന്റെ ഫീസ് അടക്കാൻ വേണ്ടി കമ്പനി നമുക്ക് അലവൻസ് തരുന്നുണ്ട്. അതാണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. അതിന് കിട്ടുന്ന എക്സംഷൻ എത്രയാണ്? അതിന് കിട്ടുന്ന എക്സംഷൻ 300 per month per child. അത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് പോലെ തന്നെ മാക്സിമം 2 കുട്ടികൾക്ക്. ഓക്കെ, സോ മാക്സിമം എമൗണ്ട് എത്ര വരും? 7200 വരും. കാരണം 300 × 2 × 12 7200 എക്സംഷൻ വരും. ക്ലിയർ അല്ലേ? സോ ഈ സ്പെഷ്യൽ അലവൻസുകളിൽ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസും സാധാരണ ചോദിക്കുന്നതാണ്. ദെൻ പിന്നെ അടുത്താണ് അണ്ടർഗ്രൗണ്ട് അലവൻസ്. അണ്ടർഗ്രൗണ്ട് അലവൻസ് എന്ന് പറഞ്ഞാല് ഈ മൈനിങ് ഒക്കെ ചെയ്യുന്ന, അതായത് ഭൂമിക്കടിയിലൊക്കെ ഖനനം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അവർക്ക് കൊടുക്കുന്ന പ്രത്യേക അലവൻസ് ആണ് അണ്ടർഗ്രൗണ്ട് അലവൻസ്. അതിന്റെ എക്സംഷൻ 800 per month ആണ് എക്സംഷൻ.
ഓക്കെ, ഒരു മാസം 800 രൂപ വെച്ച് എക്സംഷൻ കിട്ടും. ഉദാഹരണത്തിന് ഒരാൾക്ക് അണ്ടർഗ്രൗണ്ട് അലവൻസ് 1000 പെർ മന്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് 800 പെർ മന്ത് എക്സംപ്റ്റഡ് ആണ്, ബാക്കി 200 പെർ മന്ത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് ട്രൈബൽ ഏരിയ അലവൻസ്. ട്രൈബൽ ഏരിയ അലവൻസ് ട്രൈബൽ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ആണ്. ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അത് 200 പെർ മന്ത് ആണ് എക്സംപ്റ്റഡ്. നെക്സ്റ്റ് ആണ് റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ്. റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ആണ് റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ്. ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ കപ്പല്, അതുപോലെ ഫ്ലൈറ്റ്, ഇതിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അവർക്ക് കൊടുക്കുന്ന ചില പ്രത്യേക അലവൻസ് ആണ് റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ്. അതിന്റെ എക്സംഷൻ 10,000 per month or 70% of such allowance, whichever is less is exempted. Okay, എത്രയാണ് എക്സംഷൻ കിട്ടുക? 10,000 per month or 70% of such allowance, whichever is less. For example, റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ എത്ര രൂപ ടാക്സ് ചെയ്യണം? 1 ലക്ഷം രൂപ റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ് കിട്ടി. അപ്പൊ നമ്മൾ കിട്ടിയ എമൗണ്ട് എഴുതുന്നു 1 ലക്ഷം പ്ലസ് അതിൽ നിന്ന് നമുക്ക് എക്സംഷൻ മൈനസ് ചെയ്യാം. എത്രയാ എക്സംഷൻ? 10,000 പെർ മന്ത് എടുക്കണം അല്ലെ. 10,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ 10,000 × 12 1,20,000. ദെൻ അടുത്തത് 70% ഓഫ് ദ അലവൻസ്. നമുക്ക് അലവൻസ് കിട്ടിയത് 1 ലക്ഷമാണ്, അതിന്റെ 70% 70,000. അതിൽ ഏറ്റവും ചെറുത് ഏതാണ് എടുക്കുക? ചെറുത് ഏതാണ്? 70,000 ആണ് അല്ലെ. സോ അത് എക്സംഷൻ കിട്ടും. സോ ബാക്കി 30,000 ടാക്സ് ചെയ്യണം. ഓക്കെ, അതാണ് റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ്. ക്ലിയർ ആണോ? അത് 10,000 പെർ മന്ത് അല്ലെങ്കിൽ 70% ഓഫ് സച്ച് അലവൻസ്, whichever is less is exempted. അടുത്തത് കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ് 2,600 പെർ മന്ത് എക്സെപ്റ്റഡ് ആണ്. കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസ് 1,000 പെർ മന്ത് എക്സെപ്റ്റഡ് ആണ്. ഇത് ചില പ്രത്യേക ഏരിയയിൽ താമസിക്കുന്ന, പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന ഇന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന അലവൻസുകൾ എക്സെപ്റ്റഡ് ആയിട്ടുള്ളതാണ്. അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറില്ല. ഇതിൽ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, അണ്ടർഗ്രൗണ്ട് അലവൻസ്, റണ്ണിംഗ് ഫ്ലൈറ്റ് അലവൻസ്. ഇത്രയാണ് ഇതിൽ എക്സാമിന് സാധാരണ ചോദിക്കുന്നത്. അടുത്തായിട്ടാണ് ഹയർ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്. ഹയർ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക അലവൻസ് ആണ് ഹയർ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്. അത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 9,000 മുതൽ 15,000 ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ, 15,000 ഫീറ്റ് വരെ, 15,000 അടി വരെ ഉയരത്തിലാണെന്നുണ്ടെങ്കിൽ 1,060 പെർ മന്ത് എക്സെപ്റ്റഡ് ആണ്. 15,000 ഫീറ്റിലും മുകളിലാണ്, നല്ല ഉയരം, സമുദ്രനിരപ്പിന് ഒരുപാട് ഉയരത്തിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1,600 പെർ മന്ത് എക്സംഷൻ കിട്ടും. ഓക്കെ, അതുപോലെ ഐലൻഡ് ഡ്യൂട്ടി അലവൻസ്. ഐലൻഡ് ഡ്യൂട്ടി അലവൻസിന് 3,200 പെർ മന്ത് എക്സെപ്റ്റഡ് ആണ്. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് അലവൻസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. ഫുള്ളി ടാക്സബിൾ അലവൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട്ലി ടാക്സബിൾ അലവൻസിനെ 3 ആയിട്ട് തരംതിരിച്ച്, അതിൽ ഒന്നാമത്തത് HRA, രണ്ടാമത്തത് സ്പെഷ്യൽ അലവൻസ് വിച്ച് ഈസ് ഒഫീഷ്യൽ ഇൻ നേച്ചർ. ഓക്കെ, ഒഫീഷ്യൽ നേച്ചറിലുള്ളത് എത്രയാണോ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് അത്രയും എമൗണ്ട് എക്സെപ്റ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ സേവ് ചെയ്താൽ അത് ടാക്സബിൾ ആയിരിക്കും. നമുക്ക് ഒഫീഷ്യൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ തരുന്ന ചില അലവൻസുകളാണ്. അത് അതിനു വേണ്ടി വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ ടാക്സ് ചെയ്യണം. അതാണ് സ്പെഷ്യൽ അലവൻസ് ഒഫീഷ്യൽ ഇൻ നേച്ചർ. ആ 6 അലവൻസിന്റെ പേരും ഓർത്തു വെക്കണം. പിന്നീടുള്ളതാണ് സ്പെഷ്യൽ അലവൻസ് പേഴ്സണൽ ആണ്. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന അലവൻസ് ആണ്. അതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ഇത്രയും എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആണ്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യണം. അപ്പൊ അതിൽ പ്രത്യേകം നിങ്ങൾ എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഐറ്റംസ് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഉണ്ടാവാറുണ്ട്, ചിൽഡ്രൻ ഹോസ്റ്റൽ, അണ്ടർഗ്രൗണ്ട് അലവൻസ്, ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. അതുപോലെ റണ്ണിംഗ് ഫ്ലൈറ്റ് ചിലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അലവൻസിൽ അവസാനമാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ചില അലവൻസുകൾ തീരെ ടാക്സബിൾ അല്ലാത്തതുണ്ട്.
ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. അത് നല്ല ഉയർന്ന ജോലിയുള്ള എംപ്ലോയീസിനൊക്കെയാണ് ഈ ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസ് വരുന്നത്. അതിലൊന്ന് ഫോറിൻ അലവൻസ് ആണ്. ഫോറിൻ അലവൻസ് എന്ന് പറഞ്ഞാല് വിദേശത്ത് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടാവും. ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ എംപ്ലോയീസ് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവര്, ഗവൺമെന്റ് സാലറി ആയാലും അവര് വാങ്ങുന്നത്, അവർക്ക് കിട്ടുന്ന അലവൻസുകളൊക്കെ എക്സെപ്റ്റഡ് ആണ്. അവർക്ക് കിട്ടുന്ന പെർക്വിസിറ്റ് എക്സെപ്റ്റഡ് ആണ്, അവർക്ക് കിട്ടുന്ന അലവൻസും എക്സെപ്റ്റഡ് ആണ്. സോ ഫോറിൻ അലവൻസ് ഈസ് ഫുള്ളി എക്സെപ്റ്റഡ്. ഫോറിൻ അലവൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഗവൺമെന്റ് എംപ്ലോയീസ് പോസ്റ്റഡ് എബ്രോഡ് ആണ്. ഓക്കെ, അവർക്ക് കിട്ടുന്ന അലവൻസസ് ഗിവൺ ടു ഗവൺമെന്റ് എംപ്ലോയീസ് പോസ്റ്റഡ് എബ്രോഡ് ഈസ് ഫുള്ളി എക്സെപ്റ്റഡ് ഫ്രം ടാക്സ്. Then second one, sanctuary allowance. എന്താണ് സാങ്ച്വറി അലവൻസ് എന്ന് പറഞ്ഞാല്? ഇത് ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജസിന് കിട്ടുന്ന അലവൻസിന്റെ ഒരു പ്രത്യേക പേരാണ് സാങ്ച്വറി അലവൻസ്. ഓക്കെ, ഹൈക്കോർട്ട് ജഡ്ജസ് അതുപോലെ സുപ്രീം കോർട്ട് ജഡ്ജസ്, അപ്പൊ അവർക്ക് കിട്ടുന്ന അലവൻസും അവർക്ക് കിട്ടുന്ന പെർക്വിസിറ്റും ഒന്നും ടാക്സ് അല്ല. അപ്പൊ അലവൻസിന്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജസിനുള്ള അലവൻസ് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. അതിനെ പറയുന്ന പേരാണ് സാങ്ച്വറി അലവൻസ്. അതുപോലെ അലവൻസ് ടു എംപ്ലോയീസ് ഓഫ് UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന അലവൻസുകൾ ഉണ്ടാവും. അതിനിവിടെ നമ്മൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനടുത്തത് പെർഡിയം അലവൻസ്. പെർഡിയം അലവൻസ് ഇതുപോലെ തന്നെ ഹൈ ക്ലാസ് എംപ്ലോയീസിന് ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് പെർഡിയം അലവൻസ്. പെർ ഡേ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഇത്തരം അലവൻസുകളും ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. സോ ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസുകൾ ഏതൊക്കെയാന്നുള്ളത് പേര് ഓർത്ത് വെക്കുക. ഫോറിൻ അലവൻസ്, സാങ്ച്വറി അലവൻസ്, അലവൻസ് ഫ്രം UNO, പെർഡിയം അലവൻസ്. ഈ 4 എണ്ണമാണ് ഫുള്ളി എക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അലവൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വോയിസ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർക്വിസിറ്റ്സ് ആണ്. പെർക്വിസിറ്റ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാല്? എന്താണോ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ? എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ഫെസിലിറ്റീസ് ആണല്ലേ? ക്യാഷ് അല്ലാത്ത രീതിയിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർക്വിസിറ്റ് എന്ന് പറയാം. അതിന് ഉദാഹരണമാണ് മെഡിക്കൽ ബെനിഫിറ്റ്. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ക്യാഷ് കൊടുക്കല്ല, ചികിത്സാ സൗകര്യം, ചികിത്സയാണ് കൊടുക്കുന്നത്, ക്യാഷ് അല്ല. അത് ഫെസിലിറ്റിയാണ്, അത് പെർക്വിസിറ്റ് ആണ്. എന്നാൽ മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, അത് ഫുള്ളി ടാക്സിബിൾ ആണ് അലവൻസിൽ. എന്നാൽ മെഡിക്കൽ ബെനിഫിറ്റ് ടാക്സിബിൾ അല്ല. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ തന്ന അത് ടാക്സിബിൾ ആണ്, ക്യാഷ് ആയിട്ട് തന്നില്ല, നമുക്ക് ചികിത്സയാണ് തരുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. അത് പെർക്വിസിറ്റ് ആണ്, പെർക്വിസിറ്റിൽ ടാക്സ് ഫ്രീയിൽ വരുന്നതാണ്. അതുപോലെ എംപ്ലോയർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എംപ്ലോയറുടെ എന്തെങ്കിലും അസറ്റുകൾ യൂസ് ചെയ്യാൻ തരുന്നുണ്ടെങ്കിൽ അതൊക്കെ പെർക്വിസിറ്റ് ആണ്. അതുപോലെ എംപ്ലോയറുടെ ബിൽഡിംഗ് നമുക്ക് താമസിക്കാൻ തരുന്നുണ്ടെങ്കിൽ അത് പെർക്വിസിറ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഫുഡ് തരുന്നുണ്ടെങ്കിൽ അത് പെർക്വിസിറ്റിൽ വരുന്നതാണ്. അതുപോലെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെർക്വിസിറ്റിലാണ് വരിക. അപ്പൊ പെർക്വിസിറ്റ് നമുക്ക് ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് 3 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ടാക്സ് ഫ്രീ പെർക്സ്, ടാക്സ് ഇല്ലാത്ത പെർക്വിസിറ്റ് ആണ്. എംപ്ലോയർ ചില സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്, പക്ഷെ അതിന് ടാക്സ് അടയ്ക്കേണ്ട. അതിൽ മിക്കവാറും എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളായിരിക്കും, അതുകൊണ്ടാണ് അതിന് ടാക്സ് ഇല്ലാത്തത്. എന്നാൽ ചിലതൊക്കെ അതിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ളതും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയർ എന്തെങ്കിലും സൗകര്യങ്ങളോ ക്യാഷോ തരുന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ടാക്സ് ഉണ്ടാവില്ല. കാരണം അത് നമുക്ക് പേഴ്സണലി ബെനിഫിറ്റ് ഉള്ള കാര്യമല്ലല്ലോ. അപ്പൊ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തു നോക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും.
അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പെർക്വിസിറ്റ്സിലെ 3 തരം പെർക്വിസിറ്റ് ആണ്. ഒന്ന് ടാക്സ് ഫ്രീ പെർക്കാണ്, 2 പെർക്ക് ടാക്സബിൾ ടു സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി, 3 പെർക്സ് ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസ്. പെർക്വിസിറ്റ് നമ്മൾ പെർക്ക് എന്നും പറയും, അതിന്റെ ഒരു ഓമന പേരായിട്ട് നമുക്ക് പെർക്ക് എന്ന് വിളിക്കാം. ഓക്കെ, അതിൽ ടാക്സ് ഫ്രീ പെർക്കാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിൽ ഒന്നാമത്തത് മെഡിക്കൽ ബെനിഫിറ്റ്. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എംപ്ലോയർ എംപ്ലോയിക്ക് ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അത് എംപ്ലോയർ സ്വന്തം ഹോസ്പിറ്റലിൽ വെച്ച് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാവാം. അവിടുത്തെ ബില്ല് എംപ്ലോയർ അടക്കുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ നേരിട്ട് പൈസ തരുന്നില്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയർ ഹോസ്പിറ്റലുമായിട്ട് പൈസ സെറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനാവാം ചിലപ്പോൾ ട്രീറ്റ്മെന്റ്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ നല്ല എമൗണ്ട് പൈസ വരൂലേ, ആ പൈസ എംപ്ലോയർ കൊടുക്കുകയാണ്, നമ്മൾ കൊടുക്കണ്ട, നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് എതിരാണ്, നമ്മളെ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ്. പൈസ നമ്മുടെ കയ്യിൽ തരുന്നില്ല, കയ്യിൽ തന്നാൽ അത് അലവൻസ് ആയി. ഓക്കെ, സോ ചികിത്സാ സൗകര്യം ചെയ്തു തരികയാണ്, അത് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിന് എക്സംഷൻ എത്രയാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു. മെഡിക്കൽ ബെനിഫിറ്റ് അത് എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലിൽ വെച്ച് തരുന്നതാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല, അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് എത്ര എമൗണ്ട് ചികിത്സാ സൗകര്യങ്ങൾ ചെയ്തു തന്നാലും അതിന് എക്സംഷൻ ആണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇതിന് രണ്ടാമത്തേതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും അത് എത്ര എമൗണ്ടിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സോ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റല്, ഗവൺമെന്റ് ഹോസ്പിറ്റല്, രണ്ടും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പിന്നെ മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പ്രൈവറ്റ് തന്നെ 2 തരം ഹോസ്പിറ്റൽ ഉണ്ട്. ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്, ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യാത്ത ഹോസ്പിറ്റൽ ഉണ്ട്. അതിൽ ചില ഹോസ്പിറ്റലിലൊക്കെ ഇൻകം ടാക്സ് അംഗീകാരമുള്ള ഹോസ്പിറ്റലുകളാണ്, പ്രൈവറ്റ് തന്നെ ആണെങ്കിൽ പോലും റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ചികിത്സ എങ്കിൽ അതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. എന്നാൽ റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിൽ വെച്ചല്ല എന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, പ്രൈവറ്റ് അൺറെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ട്രീറ്റ്മെന്റ് എങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. നേരത്തെ ഇതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു പ്രൈവറ്റ് അൺറെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിന്, പക്ഷെ ഇപ്പോൾ അത് ലിമിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കേണ്ടത്, ഫ്രീ ട്രീറ്റ്മെന്റ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എംപ്ലോയർക്കോ അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലിക്കോ നൽകുന്ന ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, പ്രൈവറ്റ് റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, പ്രൈവറ്റ് അൺറെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ക്ലിയർ ആണോ അത്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഫോറിൻ ഹോസ്പിറ്റൽ വെച്ചാണെങ്കിലോ, നമ്മുടെ ട്രീറ്റ്മെന്റ് ഇന്ത്യയിലൊന്നും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയല്ല, വലിയ അസുഖമാണ്, വിദേശത്ത് കൊണ്ടുപോയിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടുമോ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ദ എക്സ്റ്റെന്റ് അപ്രൂവ്ഡ് ബൈ RBI. RBIയുടെ അപ്രൂവല് എത്രയാണോ അതുവരെ എക്സംഷൻ കിട്ടും. ഓക്കെ, ആൻഡ് ദ എക്സ്പെൻസസ് ഓഫ് സ്റ്റേ ആൻഡ് ട്രാവൽ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് വൺ അറ്റൻഡന്റ് ഈസ് എക്സംപ്റ്റഡ്. അതിൽ എക്സംഷൻ കിട്ടുക, ഒന്ന് RBIയുടെ അപ്രൂവല് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും, അതുവരെയാണ് എക്സംഷൻ കിട്ടുക. മറ്റൊന്ന് സ്റ്റേ ആൻഡ് ട്രാവൽ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് വൺ അറ്റൻഡന്റ്. പേഷ്യന്റിനും പേഷ്യന്റിന്റെ കൂടെ വിദേശത്തൊക്കെ കൊണ്ടുപോകല്ലേ, അപ്പൊ പേഷ്യന്റിന്റെ കൂടെ ഒരാൾക്ക് അനുഗമിക്കാൻ പറ്റും, പേഷ്യന്റിന്റെ കൂടെ ഒരു അറ്റൻഡന്റിനും കൂടെ പോവാം, രോഗിയുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവോ ആരെങ്കിലും ഒരാൾക്ക് കൂടെ പോവാം. ആ പോകുന്ന ആൾക്കുള്ള അവിടെ താമസ സൗകര്യത്തിനുള്ള ചെലവ്, അവരുടെ യാത്രയ്ക്കുള്ള ചെലവ്, ഓക്കെ, ഇത്രയും എക്സ്പെൻസ്, അതുപോലെ തന്നെ രോഗിയുടെ ചികിത്സക്കുള്ള ചെലവ്, ഇത്രയും എക്സ്പെൻസുകൾ എക്സംപ്റ്റഡ് ആയിരിക്കും. അതിൽ കൂടുതൽ നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ എക്സംഷൻ കിട്ടണമെങ്കിൽ, ഈ ഫോറിൻ ഹോസ്പിറ്റലിൽ വെച്ചുള്ള ട്രീറ്റ്മെന്റിന് എക്സംഷൻ കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? പ്രൊവൈഡഡ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ എംപ്ലോയി ഡസ് നോട്ട് എക്സീഡ് 2 lakh. എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakhൽ കൂടാൻ പാടില്ല. എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakhൽ കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ എക്സംഷൻ കിട്ടൂല.
അപ്പൊ അത്യാവശ്യം വരുമാനമുള്ള ഒരാളാണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിൽ കൂടുതലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ മെഡിക്കൽ ബെനിഫിറ്റ് ഫോറിൻ ഹോസ്പിറ്റലിലൊക്കെ വെച്ച് ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടൂല. ഓക്കെ. ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് എക്സീഡ് ദ എമൗണ്ട് അപ്രൂവ്ഡ് ബൈ RBI. ഓക്കെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ RBI അപ്രൂവ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൂടാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് ക്ലിയർ അല്ലേ? അതിനൊരു RBI ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട്, അത്ര എമൗണ്ട് മാക്സിമം എക്സ്റ്റൻഷൻ കിട്ടുള്ളൂ. പിന്നെ മറ്റൊരു എക്സംഷൻ എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് എക്സംഷൻ കിട്ടുക എന്നുള്ളത്. ഒന്ന് RBIയുടെ അപ്രൂവൽ, രണ്ടാമത്തെ ഏതാണ്, എത്രയാണോ ചെലവായത്. ചെലവിൽ കൂട്ടുന്നത് രോഗിയുടെ ചികിത്സാ ചെലവിന് പുറമെ രോഗിയുടെയും കൂടെ പോകുന്ന ആളുടെയും യാത്രാ ചെലവും അവിടെ താമസിക്കാനുള്ള ചെലവും, അത്രയും എമൗണ്ട് ആണ് എക്സംഷൻ കിട്ടുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഒന്ന് RBIയുടെ ലിമിറ്റ് കൂടാൻ പാടില്ല, രണ്ട് ഇവരുടെ ഈ എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. ടാക്സ് ഫ്രീ പെർക്വിസിറ്റിലെ ഒരു ഐറ്റം ആണ് ഡിസ്കസ് ചെയ്തത്. മെഡിക്കൽ ബെനിഫിറ്റ് ടാക്സ് ഫ്രീ ആണ്, എന്നാൽ അത് ചില സന്ദർഭങ്ങളിൽ ടാക്സബിൾ ആവുന്നുണ്ട് അല്ലേ. പ്രൈവറ്റ് അൺറെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിൽ വെച്ചുള്ള ട്രീറ്റ്മെന്റ് ടാക്സബിൾ ആണ്. അതുപോലെ ഫോറിൻ ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ടാക്സബിൾ ആണ്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിലെ മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് നൽകുന്ന ചില ഫെസിലിറ്റീസ് അതിന് ടാക്സ് ഇല്ല. അതിന് ടാക്സ് ഇല്ലാതിരിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ അത് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുള്ളതാവാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യം തന്നെ ചില ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ കേസുകൾ പോലുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെയാണ് ടാക്സ് ഫ്രീ ആക്കിയിട്ടുള്ളത്. ഇനി ബാക്കി എന്തൊക്കെയാണ് ടാക്സ് ഫ്രീ എന്ന് നോക്കിയേ. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ടാക്സ് ഫ്രീയുടെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ടീ, സ്നാക്സ് പ്രൊവൈഡഡ് ഇൻ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് വെച്ച് കൊടുക്കുന്ന ചായ, കടിയൊക്കെ അല്ലേ. ആ ജോലി ഒരു എനർജി കിട്ടാൻ വേണ്ടി ജോലി സമയത്ത് ചിലപ്പോൾ ചായയും കടിയൊക്കെ കിട്ടും. അപ്പൊ അതൊന്നും കണക്ക് കൂട്ടി ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എക്സംപ്റ്റഡ് ആണ്. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അറ്റ് സൈറ്റ്, ജോലി സ്ഥലത്ത് താമസ സൗകര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് ആണ്, അതിന് ടാക്സ് ഇല്ല, ടാക്സ് ഫ്രീ ആണ്. ഓക്കെ. ജോലി സ്ഥലത്ത് കൊടുക്കുന്ന താമസ സൗകര്യം കേട്ടോ. എന്നാൽ ജോലി സ്ഥലത്തല്ല, കുറച്ചപ്പുറത്ത് വേറെ ഫ്ലാറ്റിലാണ് താമസ സൗകര്യം ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതെങ്ങനെ ടാക്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദെൻ എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ. ടെലിഫോൺ എക്സ്പെൻസ്, നിങ്ങൾക്ക് ഓഫീസിൽ ഒരു ടെലിഫോൺ ഉണ്ട്, അത് നിങ്ങൾക്ക് വീട്ടിലേക്ക് വിളിക്കാം, ഫ്രണ്ട്സിന് വിളിക്കാം, ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വിളിക്കാം. അതുപോലെ മൊബൈൽ ഫോൺ തരുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ ഇതുപോലെ അവർ റീചാർജ് ചെയ്ത് വരികയാണ് കമ്പനി. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വിളിക്കാം, അതിൽ നെറ്റ് ഉപയോഗിക്കാം. ഓക്കെ. അത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, നോ പ്രോബ്ലം, അതിന് ടാക്സ് ഇല്ല. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനല്ല തരുന്നത്, അത് എടുക്കാനാണ് തരുന്നെങ്കിലോ, ഒരു ഐഫോൺ നിങ്ങൾക്ക് തരികയാണ് കമ്പനി, അത് ടാക്സബിൾ ആണ്. അതിന് എത്ര വാല്യൂ ഉണ്ടോ വെച്ചാൽ അത് ടാക്സബിൾ ആണ്. പക്ഷെ അത് യൂസ് ചെയ്യാൻ തരികയാണെങ്കിൽ അതിന് ടാക്സ് ചെയ്യാം. ഓക്കെ. അപ്പൊ മൊബൈൽ ഫോണ്, ടെലിഫോണ് ഇത് യൂസ് ചെയ്യാൻ തരികയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. അടുത്ത് സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ് ആൻഡ് ചിൽഡ്രൻ. എംപ്ലോയീസിന് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് ആണ്. കൺവെയൻസ് ഫെസിലിറ്റി, അടുത്തത് കൺവെയൻസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ജോലി സ്ഥലത്ത് നിന്ന് റൂമിലേക്കും റൂമിൽ നിന്ന് ജോലി സ്ഥലത്തേക്കും പോയി വരാനുള്ള സൗകര്യമാണ് കൺവെയൻസ് ഫെസിലിറ്റി അല്ലേ. കമ്പനിയുടെ സ്വന്തം വണ്ടി ഉണ്ടാവും, ആ വണ്ടിയിൽ നമ്മൾ പോകുന്നു വരുന്നു, അതാണ് കൺവെയൻസ് ഫെസിലിറ്റി. അതും ടാക്സബിൾ അല്ല, അതും നമുക്കൊരു ഫെസിലിറ്റി തരികയാണ് കമ്പനി, അത് നമ്മുടെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുള്ളതാണ് അല്ലേ, അതുകൊണ്ട് ടാക്സബിൾ അല്ല. പിന്നെ അടുത്തത് എക്സ്പെൻസ് ഓൺ റിഫ്രഷർ കോഴ്സസ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് റിഫ്രഷ്മെന്റ് കോഴ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, എംപ്ലോയീസിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്, ഒരു എനർജി ഉണ്ടാവാൻ, അതുപോലെ ഒന്ന് മോട്ടിവേറ്റഡ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് ചില റിഫ്രഷർ കോഴ്സുകളൊക്കെ ഉണ്ടാവും, നോളേജ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട്. സോ അതൊക്കെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയിൽ നമ്മൾ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്, അത് ടാക്സബിൾ അല്ല, ടാക്സ് ഫ്രീ ആണ്. Then tax paid by employer on the value of perquisites. ചില പെർക്വിസിറ്റ്സ് നമുക്ക് തരുന്നതിന് മുമ്പ് അതിന്മേലുള്ള ടാക്സ് എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. ചില സൗകര്യങ്ങൾ എംപ്ലോയിക്ക് നൽകുമ്പോൾ അതിന് ടാക്സ് തന്നെ എംപ്ലോയർ അടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് പിന്നെ നമ്മൾ ടാക്സ് അടക്കണ്ട, പിന്നെ നമ്മളും ടാക്സ് അടക്കുമ്പോൾ അത് ഡബിൾ ടാക്സേഷൻ ആവും. ഓക്കെ. അടുത്തതാണ്
എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം. സ്റ്റാഫിന്റെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ഉണ്ടാവും. സ്റ്റാഫുകൾ ചേർന്നിട്ട് ഗ്രൂപ്പ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടാവും. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന പേഴ്സണൽ ആയിട്ട് ഒരാൾ ഒറ്റയ്ക്കുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഷുറൻസ് ആണല്ലോ. അതേപോലെ ഗ്രൂപ്പ് ആയിട്ട് ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടി ഭാഗമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം അല്ലേ, അതിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് ഉള്ളതല്ലേ. പക്ഷെ അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് അതിന് ടാക്സ് ഇല്ല. എന്നാൽ ലൈഫ് ഇൻഷുറൻസിലേക്കാണ് എംപ്ലോയർ കൊടുക്കുന്നതെങ്കിലോ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയർ അടക്കുകയാണെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റ് ആണ്, അത് ടാക്സബിൾ ആയിരിക്കും. അടുത്തത് പെർക്വിസിറ്റ്സ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ, ഫോറിൻ അലവൻസ് പറഞ്ഞില്ലായിരുന്നോ? വിദേശത്ത് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള അലവൻസ് എക്സെപ്റ്റഡ് ആണ്, അവരുടെ പെർക്വിസിറ്റും എക്സെപ്റ്റഡ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള എല്ലാ പെർക്വിസിറ്റും എക്സെപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജസിനുള്ള എല്ലാ പെർക്വിസിറ്റും എക്സെപ്റ്റഡ് ആണ്. പെർക്വിസിറ്റ്സ് ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ്. നെക്സ്റ്റ്, റെന്റ് ഫ്രീ ഹൗസ് ടു മിനിസ്റ്റേഴ്സ്, ഓഫീസ് ഓഫ് പാർലമെന്റ് ഓർ ഒപ്പോസിഷൻ ലീഡർ. മന്ത്രിമാര്, അതുപോലെ തന്നെ MLA, MP, ഇവർക്ക്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, ഇവർക്കൊക്കെ കിട്ടുന്ന താമസ സൗകര്യം ഉണ്ടാവുമല്ലോ, ഗവൺമെന്റ് കൊടുക്കുന്ന താമസ സൗകര്യം, അതിനും ടാക്സ് ഉണ്ട്. അതുപോലെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഫോർ ഫ്രീ യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൊബൈൽ ഫോണും ടെലിഫോണും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ തരുന്നുണ്ട് കമ്പനിയുടെ. യൂസ് ചെയ്യാൻ തരികയാണെങ്കിൽ അതിന് ടാക്സ് ചെയ്യുക. അതേ സമയത്ത് അത് നിങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഉണ്ടാവും. പിന്നെയുള്ളത് പീരിയോഡിക്കൽസ് ആൻഡ് ജേർണൽസ് ആണ്, അതും ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ടാക്സബിൾ അല്ല. അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ അപ് ടു ₹20,000. കമ്പനി നിങ്ങൾക്ക് ലോൺ തരികയാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവൂലേ, എന്ന് കമ്പനി നിങ്ങൾക്ക് ലോൺ തരുന്നത് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ തരികയാണ്. അപ്പോൾ ബാങ്കിൽ എത്രയാണോ ലോണ് ആ ശതമാനം നിങ്ങൾ ടാക്സബിൾ ആയിരിക്കും. പക്ഷേ 20,000 രൂപ വരെയാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല. അതിൽ കൂടുതലുള്ള ലോൺ തരികയാണെങ്കിൽ അതിൽ SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതിന്റെ ബേസിൽ നിങ്ങൾ ടാക്സ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് 1 ലക്ഷം നിങ്ങൾക്ക് ലോൺ തന്നു, ഇൻട്രസ്റ്റ് ഇല്ല. SBIയുടെ ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ 10% നിങ്ങൾ ടാക്സബിൾ ആണ്. ഓക്കെ, അത് 20,000 കൂടുതലാണെങ്കിൽ ഫുൾ എമൗണ്ടിന്റെ എത്ര ശതമാനമാണോ ഇൻട്രസ്റ്റ് അത്രയും ടാക്സബിൾ ആയിരിക്കും. ഇതിനടുത്തത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഫോർ സ്പെസിഫൈഡ് ഡിസീസസ്. സ്പെസിഫൈഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, എയ്ഡ്സ് പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുണ്ട്, ചില സ്പെസിഫൈഡ് ഡിസീസസ്. ആ സ്പെസിഫൈഡ് ഡിസീസസ് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തതാണ് എങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, അതിനുവേണ്ടി ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തന്നതാണ് കമ്പനി, അത് ടാക്സബിൾ അല്ല, ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, സ്പെസിഫൈഡ് ഡിസീസിന് വേണ്ടിയിട്ട് ലോൺ തരുന്നുണ്ടെങ്കിൽ, കമ്പനി തരുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഇല്ല. Then transfer of asset after using more than 10 years. 10 കൊല്ലം പഴക്കമുള്ള ഒരു അസറ്റ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിനും ടാക്സ് ഇല്ല. 10 കൊല്ലം, അത് വാങ്ങിയിട്ട് 10 കൊല്ലമായിട്ടുണ്ട്, അങ്ങനത്തെ ഒരു അസറ്റ് ആണ് നിങ്ങൾക്ക് തന്നത്, അങ്ങനെയാണെങ്കിൽ അതും ടാക്സബിൾ അല്ല. കാരണം അതിന് വാല്യൂ ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കാരണം മിനിമം 10% ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. അങ്ങനെ വരുമ്പോൾ 10 കൊല്ലം കൂട്ടുമ്പോൾ 100% ആയി, പിന്നെ അതിന് വാല്യൂ ഇല്ല. സോ അത് ടാക്സ് ഫ്രീ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, ലീവ് ട്രാവൽ കൺസെഷൻ. ഇത്രയാണ് പെർക്വിസിറ്റ്സ് ടാക്സ് ഫ്രീ ആയിട്ടുള്ളത്. ഇനി ബാക്കി കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഉണ്ട്, സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ഉള്ളതുണ്ട്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നോട്ട്സ് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട്സ് 3 പാർട്ട് നിങ്ങൾ എഴുതിയെടുത്ത് തുറന്നു വരുമ്പോൾ നോട്ട്സ് ഫുള്ളായിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളെ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.